സ്പൈനൽ കോഡ് ഇഞ്ചുറി വന്നു കഴിഞ്ഞാൽ എല്ലാവരുടെയും മനസ്സിലുള്ള ചോദ്യമാണ് എൻ്റെ ഫാമിലി ഞാൻ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നുള്ളത്, എൻ്റെ സെക്ഷൽ ലൈഫ് എങ്ങനെയായിരിക്കും, അതായത് നമ്മുടെ ലൈംഗിക ജീവിതം എങ്ങനെയായിരിക്കും, എനിക്കിനി കുട്ടികൾ ഉണ്ടാവുമോ, അതിനെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവും. ഇപ്പം ആണുങ്ങളാണെങ്കിൽ സെക്ഷൽ ആക്ടിവിറ്റിയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടായിട്ട് വരുമോ, പെണ്ണുങ്ങളാണെങ്കിൽ പ്രസവിക്കാൻ പറ്റുമോ, ഇങ്ങനെ ഒരുപാട് സംശയങ്ങൾ നമുക്കുണ്ട്. ഈ ചോദ്യങ്ങൾക്കൊക്കെ ആക്ച്വലി ഉത്തരവുണ്ട്. ലൈക്ക് നമുക്ക് എങ്ങനെയാണ് അതിന് പോകേണ്ടത് എന്നുള്ളത് ഒന്ന് ട്രെയിൻ ചെയ്യേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. പുരുഷന്മാരുടെ കാര്യം പറയുവാണെങ്കിൽ ചില ആളുകൾക്ക് ഉദാഹരണ കുറവുണ്ടാവാം, ചില ആൾക്കാർക്ക് സ്ത്രീകസ്ഖലനം ഉണ്ടാവാം, ചില ആൾക്കാർക്ക് റിട്രോഗ്രേഡ് ഇജാക്കുലേഷൻ ഉണ്ടാവാം. ഇതൊക്കെ നമുക്ക് മാനേജ് ചെയ്യാവുന്ന കണ്ടീഷൻസ് ആണ്. ചില ആൾക്കാർക്ക് മെഡിസിൻസ് മതിയാവും, മറ്റു ചിലർക്ക് ഇഞ്ചെക്റ്റബിൾ ആയിട്ട് എന്തെങ്കിലും ചെയ്യേണ്ടതായിട്ട് വരും. ഇനി അതും അല്ലെങ്കിൽ നമുക്ക് പ്രോസ്തെറ്റിക് ഡിവൈസസ് ഉണ്ട്, പിനാൽ പ്രോസ്തെസിസ് പോലെയുള്ള പ്രോസ്തെറ്റിക് ഡിവൈസസ് ഉണ്ട്. അതുമല്ലാന്നുണ്ടെങ്കിൽ ഇനി വേറൊരു ക്വസ്റ്റ്യൻ വരുന്നത് നമ്മുടെ സ്പേം ക്വാളിറ്റി എങ്ങനെയാണ്, എൻ്റെ സ്പേം കാരണം ഉണ്ടാവുന്ന കുട്ടിക്ക് വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുമോ, അങ്ങനെയൊക്കെയാണ്. അതിനൊന്നും നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവില്ല. അപ്പം അതിന് ചെയ്യേണ്ടതായിട്ട് ഇനി ചില ആൾക്കാർക്ക് ഇതിലൊന്നും കൂടെ ഫെർട്ടിലൈസേഷൻ നടക്കാൻ പറ്റുന്നില്ലെങ്കിൽ സ്പേം റിട്രീവൽ ഓപ്ഷൻസ് ഉണ്ട് നമുക്ക്. അതുവഴി നമുക്ക് ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ അതൊക്കെ വഴി IVF ഒക്കെ ചെയ്ത് ഫെർട്ടിലൈസ് ചെയ്ത് നെക്സ്റ്റ് പ്രോജനിയെ ഉണ്ടാക്കാൻ പറ്റും. അതൊക്കെ നമ്മൾ ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു ഫിസിയാട്രിസ്റ്റിൻ്റെ അണ്ടറിൽ വർക്ക് ചെയ്ത് നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. ഇനി സ്ത്രീകളുടെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് കൺസീവ് ചെയ്യേണ്ടത്, അപ്പോൾ കൺസീവ് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും, എനിക്ക് സാധാരണ പോലെ പ്രസവം ഉണ്ടാവുമോ, അതിന് വേറെ എന്തെങ്കിലും ഓപ്ഷൻസ് നോക്കേണ്ടതുണ്ടോ, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങൾ എല്ലാവർക്കും ഡൗട്ട്ഫുൾ ആയിരിക്കും. എനിക്ക് പ്രസവിക്കാൻ പറ്റുമോ എന്ന്. അപ്പം അവിടെ അതിനൊന്നും ഉത്തരവുണ്ട്, നമുക്ക് പ്രസവിക്കാം. പക്ഷേ ചില മോഡിഫിക്കേഷൻസ് വേണ്ടി വന്നേക്കാം. നമ്മുടെ ഇഞ്ചുറി ലെവൽ ഹയർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സപ്പോർട്ട്സ് വേണ്ടി വന്നേക്കാം, നമുക്കൊരു സർജറി അല്ലെങ്കിൽ സിസേറിയൻ സെക്ഷൻ ചെയ്യേണ്ട വന്നേക്കാം. പക്ഷേ അവിടെ വി ക്യാൻ ഹാവ് ദ നെക്സ്റ്റ് കിഡ്, അവിടെ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. പക്ഷേ ഇതെല്ലാം നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അണ്ടർ ഒരു ട്രെയിൻഡ് റീഹാബ് പ്രൊഫഷണൽ, ഒരു ഫിസിയാട്രിസ്റ്റ് മാത്രമല്ല, ഒരു ട്രെയിൻഡ് ഒബ്സ്റ്റട്രീഷ്യൻ, ഒരു ഗൈനക്കോളജിസ്റ്റ്, അവരുടെ കൂടെ നിന്നിട്ട് നമുക്ക് ഇതെല്ലാം ഫോർവേഡായിട്ട് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. എന്ന് വെച്ചാൽ സ്പൈനൽ കോഡ് ഇഞ്ചുറി നമ്മുടെ ജീവിതത്തിൻ്റെ അവസാനമല്ല, അതൊരു പുതിയ തുടക്കമാണ്, ഒരുപാട് മാറ്റങ്ങളുടെ പുതിയ തുടക്കം. ആ നല്ല നാളേക്ക് വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം. PMR ടീം ഈസ് റെഡി ഫോർ യു. താങ്ക് യു.